ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ചോക്കാട് TK കോളനി. ചോക്കാടുന്നും വരാം, പൂക്കോട്ടുംപാടം വഴി കോളനി വൈക്കും വരാം. അപ്പോൾ ഇന്ന് മഴയൊക്കെ കുറവില്ല ദിവസമായതുകൊണ്ട് സാധാരണ ഇത്രയും ദിവസം ഒരാഴ്ച രണ്ടാഴ്ചത്തോളം നല്ല മഴ ആയിരുന്നു. ഇന്ന് മഴയൊക്കെ കുറവായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലമാണ്, കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. കുളിക്കാനും അതുപോലെ തന്നെ തീരെ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു അപകടം പിടിച്ച സ്ഥലം കൂടിയാണിത്. ഇന്ന് സ്കൂൾ തുറന്ന ദിവസമായതുകൊണ്ട് കുട്ടികൾ പൊന്നും മോളൂസും ഒന്നും പോന്നിട്ടില്ല. നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. വെള്ളത്തിൻ്റെ ഒക്കെ തണുപ്പും വെള്ളത്തിൻ്റെ ക്ലിയറും മലമ്പന്ന് നേരിട്ട് വരുന്ന വെള്ളമാണ്. ഈ വെള്ളം വരുന്നത് മറ്റേ കൃഷികൾക്കും ഒക്കെ ഉള്ളൊരു ചാലാണ്. ഈ ചാലിലൂടെ നമുക്ക് സാധാരണ പോകുന്ന മറ്റേതുപോലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉതിർന്നു പോകില്ലേ, അതുപോലെ ഇവിടെ ഉതിരാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പുതിയതായി കാണുന്നവരോടും അല്ലാത്തവരോടും, പുതിയതായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരോട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് കോട്ടപ്പുഴ. കാണാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ വിശ്വസിച്ച് വല്ലാതെ ഇറങ്ങാനൊന്നും പറ്റില്ല. ഇപ്പോൾ കാലാവസ്ഥ ഇതായത് കൊണ്ട് പെട്ടെന്ന് ഇക്കാരം വെള്ളം കുത്തിയേക്ക് വരും. ഇവിടേക്ക് വരുന്നത് പൂക്കോട്ടുംപാടം നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് എത്തിപ്പെടാം. ഇവിടെ വരുന്നവരാണെങ്കിൽ എന്താ പറയുക, പുറത്തുനിന്ന് സാധനങ്ങളൊന്നും പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റൂല. ഇവിടെ വരിക, കുളിക്കുക, അങ്ങനെ നല്ലോണം ആർമതിച്ച് ഇവിടുന്ന് പോകാം. ഇപ്പം ആ കാണുന്ന ചാലുണ്ട് ഇടച്ചാൽ, ഇപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ചാല്, അവിടെ കഴിഞ്ഞ വർഷം ഒരു അപകടമൊക്കെ സംഭവിച്ചതാണ്. ആ വെള്ളത്തിൽ ഒരാൾ അവിടെ ആ അടിയിൽ കുടുങ്ങിപ്പോയതൊക്കെയാണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിച്ച് കുളിക്കുക, പരിചയമില്ല ആളപ്പം വരിക. പരിചയമില്ല ആണെങ്കിലും നമ്മൾ ഇറങ്ങാൻ പാടില്ലാത്തടത്ത് ഇറങ്ങാതിരിക്കുക. കൂടുതലും അപകടം സംഭവിക്കുന്നത് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. കാരണം വെള്ളത്തിൻ്റെ ഒപ്പം നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല, വെള്ളത്തിനോട് ആർക്കും കളിച്ചിട്ടും കാര്യമില്ല. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ വന്ന് കുളിക്കാനും ഈ മനോഹരമായ പ്രകൃതി കണ്ട് ആസ്വദിക്കാനും നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാ ആളുകളൊക്കെ കണ്ടത് പുറമേ നിന്ന് വന്ന ആളുകളാണ്. കൂടുതലും തിരൂര്, കോട്ടക്കൽ, താനൂർ ഇങ്ങനെ ഏരിയയിൽ നിന്നുള്ള ആളുകളാണ് വന്നത്. ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, നല്ല വെയിലും ഒക്കെ ഉള്ളത് കൊണ്ട്. മഴ ഇന്ന് ഇല്ല. മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇങ്ങോട്ട് വരാനൊക്കെ റിസ്ക്കുമാണ്. വെള്ളം കൂടുതലും ഉണ്ടാവും. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ ഒഴുകി നടക്കാനൊന്നും കഴിയില്ല. അങ്ങേ ഭാഗം എന്നല്ല, നേരെ ഈ പുഴയുടെ അക്കരെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ചോക്കാട് ഭാഗത്തുനിന്ന് കോളനി, അതായത് ആ കോളനി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ആ ഭാഗത്തു കൂടിയും വരാം. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഭാഗം, ഞങ്ങൾ ഈ പിടിക്കുന്ന ഭാഗത്തുനിന്ന് പൂക്കോട്ടുംപാടം ഏരിയ, അത് TK കോളനി, നമ്മളെ സഖാവ് കുഞ്ഞാലിയുടെ കോളനി എന്നൊക്കെ പറയില്ലേ, ആ സ്ഥലമാണിത്. വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ കാണുന്ന പോലെയൊന്നുമല്ല ഈ പുഴ. എപ്പോഴാണ് വെള്ളം കുത്തി വലിച്ച് വരിക ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയതുകൊണ്ട് വല്ലാതെ ശ്രദ്ധിക്കാനില്ല. മലക്ക് മഴ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വരും. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ശക്തമായ കുത്തിയടിക്കൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. താഴെ ഫുള്ള് പാറകളാണ്. പാറയിൽ ചെന്നടിച്ചൊക്കെ അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ നല്ല ദിവസങ്ങളിൽ, നല്ല സമയത്ത്, വെള്ളം കുറവുള്ള സമയത്ത് ഇങ്ങനത്തെ സമയങ്ങളൊക്കെ വരിക. അതാ കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നല്ല ദിവസങ്ങളിൽ വരിക. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല, സാധാരണ വന്ന് നമുക്ക് അലമ്പൊന്നും ഉണ്ടാക്കാതെ വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ അധികം വരാത്ത ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകളായതുകൊണ്ട് ഇവിടുന്ന് വന്നത് ഫുള്ള് ദൂരെയുള്ള ആളുകളാണ്. ഈ പറഞ്ഞ ഇതൊക്കെ ഫുള്ള് ദൂരെയുള്ള ആളുകളാണ്. അവരൊക്കെ രാവിലെ വന്നതാണ് മറ്റേ വലിയ വാഹനമൊക്കെ കൊണ്ട്. അവരൊക്കെ ആർമതിക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരോട് വീണ്ടും വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ടും പറയാം. ദൂരെയുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വന്നാൽ എന്താ പറയുക, നല്ല നഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പുറത്ത് നല്ല ഇതിൻ്റെ കുറച്ചുകൂടി അപ്പുറം പോയി കഴിഞ്ഞാൽ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും വരാം.
ഇതിൻ്റെ ആക്കരെ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലേ, അതാണ് അതാ ചോക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വഴിയാണത്. ആ ഇതിൽ നേരെ കാണുന്ന ആ സ്ഥലം, അവിടുന്നാണ് ചോക്കാട് ഭാഗത്തുനിന്ന് വരാനുള്ളത്. ഇതാ ഈ വഴിയിലൂടെ ഇവിടുന്ന് ചോക്കാട് വഴിക്കും വരാം, അല്ലാത്തവർക്ക് ഇതായി ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്തുകൊണ്ടും വരാം, പൂക്കോടുംപാടം വഴിക്ക് വരുന്നത്. പോയിക്കോളി ധൈര്യമായിട്ട് പോയിക്കോളി. ഇതൊക്കെ കോട്ടക്കാരാണ്, കോട്ടക്കലല്ല താനൂർ കോട്ടക്കൽ, അങ്ങനെ പല ഭാഗത്തുനിന്നും വന്ന ആളുകളുണ്ട്. ഞങ്ങളെ ഇത് എന്താ പറയുക, കുറേ ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ തന്നെ കുറേ ആളുകൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്നുമുണ്ട്, പല സ്ഥലത്തുനിന്നും ആളുകൾ. അപ്പോൾ മനോഹരമായ ഈ കാഴ്ചകൾ നിങ്ങൾക്കും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിലമ്പൂർ ഭാഗത്ത് വന്നാൽ ഈ കാഴ്ചകൾ മാത്രമല്ല, നിലമ്പൂർ നെടുങ്കായമുണ്ട്, പിന്നെ തേക്ക് മ്യൂസിയം ഉണ്ട്, കനോലി പ്ലോട്ട് ഉണ്ട്, ഇത് ഈ സ്ഥലമുണ്ട്, ഇത് ടീക്കോ കോളനി വെള്ളച്ചാട്ടം, ഈ സ്ഥലമുണ്ട്. അങ്ങനെ ഒരുപാട് നിലമ്പൂർ ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് സ്ഥലമുണ്ട്. കൊടും ചൂടാണെങ്കിൽ ഇന്ന് നല്ല ചൂടാണ്. ഞങ്ങളാണെങ്കിൽ ഇന്നൊരു അബദ്ധവും ചെയ്തു, വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സുകളൊന്നും ഇല്ലാതെയാണ് വന്നത്. ഇവരുടെ ഈ ചാട്ടവും കളിയും ഇതൊക്കെ കണ്ടപ്പോൾ വെള്ളത്തിലിറങ്ങാൻ നല്ല മോഹം. എന്തായാലും അതിനൊരു പരിഹാരം ചെയ്യാതെ എന്തായാലും ഇവിടുന്ന് ഇനി മടങ്ങിപ്പോക്കില്ല. വല്ല ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ഒപ്പിച്ചിട്ട് ഞങ്ങളും ഇവിടുന്ന് കുളിച്ചിട്ട് തന്നെ മടങ്ങുള്ളൂ. കാരണം അത്ര നല്ല തണുപ്പും നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ ഒന്നാമത് ഞങ്ങളെ കുട്ടികൾക്കൊക്കെയാണ് ഇവിടെ കാണണമെന്നില്ല ആഗ്രഹം, ഇവിടെ കുളിക്കാനും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഇന്ന് സ്കൂളില്ലത് കാരണം കൊണ്ട് ഇന്ന് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കാരണം അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കച്ചറയൊക്കെ ഉണ്ടാക്കും, ഞങ്ങളെ കൊണ്ടാകാതെ പോയി മറ്റേത് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങളെല്ലാവരും ഒരു നാട്ടുകാരാ? എത്താണ് സ്ഥലം? എന്താണ്? പരപ്പനങ്ങാടിക്കാർ. നിങ്ങളൊക്കെ പരപ്പനങ്ങാടി. ഇനി നമുക്ക് കടപ്പുറം ഭാഗത്തേക്ക് അങ്ങോട്ടും വരാലോ. പരപ്പനങ്ങാടി ഉള്ളളം. ഉള്ളാളത്തെ ആട് എന്നൊക്കെ പറയുന്നത് അതാ, അത് ഉള്ളണം. ആയിക്കോട്ടെ, ഉള്ളണം. ഏതായാലും നല്ലൊരു ദിവസം നോക്കി, ഇനി ഇതുപോലത്തെ ഒരു ദിവസം സ്കൂളില്ലാത്ത ദിവസമൊക്കെ നോക്കി അവരെയും കൊണ്ടുവരണം. കാരണം ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ വന്നന്ന് വേനൽക്കായിരുന്നു, പറ്റ വേനൽക്ക്. അന്ന് ഈ ചാലിലൂടെ ഒന്നും വെള്ളം ഒഴുകിയിട്ടില്ലായിരുന്നു. അന്ന് വന്നത് ചോക്കാട് കോളനി ഹോസ്പിറ്റലിലേക്ക് വന്ന ദിവസങ്ങളിലായിരുന്നു കുട്ടികളായിട്ട് വന്നത്. അങ്ങേ ഭാഗത്തൂടെ ആയിരുന്നു വന്നത്. അപ്പോൾ വെള്ളം ഇല്ലെന്ന് ഇവർ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഈ ആളുകൾ ഒഴുകി പോകുന്നതൊക്കെ കണ്ടിട്ട് അവർക്ക് ഇതിൽ പോകണം എന്ന് പറഞ്ഞിട്ടേ അന്നിങ്ങനെ വന്ന് നോക്കുമ്പോൾ വെള്ളത്തിലൊന്നും പോകാൻ പറ്റാതെ ഇങ്ങനെ സ്വീപ്പായി നിൽക്കുമായിരുന്നു. ഇവിടെ അപ്പം ഈ വന്ന ചക്കന്മാരൊക്കെ നമ്മളിവിടെ ചുറ്റുവട്ടത്തിൽ തന്നെ എന്താണ് പറയുക, വാണിയമ്പലം ആ ഭാഗത്തു നിന്നൊക്കെ. എന്തായാലും ഈ അതിമനോഹരമായ ഈ പ്രകൃതിയുടെ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ ഒരു ബെൽ ബട്ടണൊക്കെ ഉണ്ടാവും, അതൊന്ന് അമർത്തുക. അപ്പോൾ ഇനി ഞങ്ങൾ കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ ഞങ്ങൾ എന്താ പറയുക നിർത്തുകയാണ്. ഇനി വേറൊരു ദിവസം കാണാം. ബായ്.